തടിയന്റെവിട നസീറിനെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി NIA. ജയിലിലെ തടവുകാരെ ഒരുമിച്ച് കൂട്ടി ഭീകരപ്രവർത്തനത്തിന് പുതിയ സംഘമുണ്ടാക്കി. പിടിയിലായ ഡോക്ടറെയും ASIയെയും തീവ്രവാദ റിക്രൂട്ട്മെന്റിന് ഉപയോഗിച്ചു. അറസ്റ്റിലായവരുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി NIA അന്വേഷണം തുടരുന്നു. എരുമേലിയിൽ വാവൂര് പള്ളിക്ക് സമീപം വാപുര ക്ഷേത്ര നിർമ്മാണവുമായി ഹിന്ദു സംഘടനകൾ മുന്നോട്ട്. നിർമ്മാണത്തിന് മുന്നോടിയായി ബാലാലയ പ്രതിഷ്ഠ നടത്തി. പൂജ നടത്തിയത് അനുമതിയില്ലാതെ ക്ഷേത്രം പണിയരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയ ഭൂമിയിൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 75 വയസ്സിൽ വിരമിക്കണമെന്ന RSS മേധാവിയുടെ പരാമർശം രാഷ്ട്രീയ ചർച്ചയാകുന്നു. മോദി വിരമിക്കുമോ എന്ന ചോദ്യവുമായി പ്രതിപക്ഷം. മോഹൻ ഭാഗവത് ഉദ്ദേശിച്ചത് മോദിയെ എന്ന് സഞ്ജയ് റൌത്ത്. ഇളവുണ്ടാകുമെന്ന പരിഹാസവുമായി കോൺഗ്രസ്. കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം. രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ VC തിരിച്ചയച്ചു. VCയുടെ നിർദ്ദേശത്തിൽ മിനി കാപ്പൻ ഫയലുകളിൽ തീരുമാനമെടുക്കുന്നു. ഇടപെടണമെന്ന് BJP ഹൈക്കോടതിയിൽ. കേന്ദ്രസേന വേണമെന്നും ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിത മണ്ഡലം തേടി മലപ്പുറത്തേക്ക് നേതാക്കൾ വരുന്നത് തടയാൻ മുസ്ലിം ലീഗ്. ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ മതിയെന്ന ആവശ്യം ലീഗിൽ ശക്തമാകുന്നു. മലപ്പുറത്തിന് പുറമെ കാസർഗോഡും ആവശ്യം. ലീഗുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്തകൾ തെറ്റെന്ന് കുഞ്ഞാലിക്കുട്ടി. അടിയന്തരാവസ്ഥയെ വിമർശിച്ചതിന് പിന്നാലെ നരേന്ദ്രമോദിയെ പുകഴ്ത്തി ശശി തരൂർ. മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവ്. കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്ന് തരൂർ. ഇഷ്ടമുള്ള പാർട്ടിയിലേക്ക് തരൂരിന് പോകാമെന്ന് K മുരളീധരൻ. കർഷകർക്ക് സൗരോർജ്ജ പമ്പ് നൽകുന്ന PM കുസും പദ്ധതിയിൽ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. ക്രമക്കേട് നടത്തിയത് വൈദ്യുതി മന്ത്രിയും അനർട്ടുമെന്ന ആരോപണം. 5 കോടിക്ക് പകരം 240 കോടിയുടെ ടെൻഡർ വിളിച്ചെന്ന ആരോപണം.